സംസ്ഥാന പാതയുടെ ഭാഗമായ പത്തനാപുരം അടൂർ റോഡ് വികസനത്തിന്റെ പേരിൽ വൻ മരക്കൊള്ള. റോഡിന്റെ രണ്ട് വശങ്ങളിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മരങ്ങൾ PWD ഉദ്യോഗസ്ഥരും തടിമിൽ ഉടമകളും ചേർന്ന് മുറിച്ചു കടത്തുന്നു. റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റാൻ തീരുമാനിച്ച 97 മരങ്ങളുടെ പേര് പറഞ്ഞ് ഇതുവരെ മുറിച്ചു കടത്തിയത് 250-ലേറെ വൻമരങ്ങളാണ്. KP റോഡ് വികസനത്തിന്റെ മറവിൽ അടൂർ പത്തനാപുരം സംസ്ഥാന പാതയ്ക്ക് ഇരുവശത്തുമുള്ള വൻമരങ്ങൾ മുറിച്ചു കടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയത്. 10 കിലോമീറ്റർ മാത്രം ദൂരം സഞ്ചരിച്ച റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് മരംകൊള്ളയുടെ ആഴവും പരപ്പും വ്യക്തമായി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും സാമൂഹിക വനവൽക്കരണ വിഭാഗവും അടൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടിയാണ് മുറിച്ചുമാറ്റേണ്ട മരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതേ തുടർന്ന് 15 കിലോമീറ്റർ റോഡ് വികസനത്തിനായി 97 മരങ്ങൾ മാത്രം മുറിക്കാനായിരുന്നു അനുമതി. ഈയൊരു അനുമതി മാത്രം മതിയായിരുന്നു കരാറുകാർക്ക് 100 കണക്കിന് മരങ്ങളുടെ ചുവടെറുക്കാൻ. ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടിയായതോടെ 250-ലേറെ വൻമരങ്ങളാണ് ഇവിടെ നിന്നും മുറിച്ചു മാറ്റപ്പെട്ടത്. റോഡ് വികസനത്തിന് യാതൊരു തരത്തിലും തടസ്സമാകാത്ത മരങ്ങളാണ് മുറിച്ചുമാറ്റപ്പെട്ടവയിൽ ഭൂരിഭാഗവും. ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ വില കൂടിയ മരങ്ങൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി. മുറിച്ചു കടത്തിയ മരങ്ങൾ എവിടെ പോയി എന്ന അന്വേഷണം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് അടൂരിലെ ഒരു തടിമില്ലിന്റെ മുന്നിലായിരുന്നു. പട്ടാപ്പകൽ നടക്കുന്ന ഈ മരംകൊള്ളയെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.